എനിക്കിങ്ങനെ നിൽക്കാനാണ് താല്പര്യം. ഫേക്ക് ചെയ്ത് നിൽക്കാൻ എനിക്ക് അറിയില്ല. ലൈഫിൽ ഞാനങ്ങനെ അധികം കോമഡി ഒന്നും പറയുന്ന ഒരാളല്ല. ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോസ് ചെയ്ത് റീൽ ചെയ്യുന്ന ഒരാളാണ്. മഹാരാജ ഹോസ്റ്റൽ മൂവി എന്ന് പറയുന്നത് ഹോസ്റ്റലിനെ ബേസ് ചെയ്ത് മാത്രമല്ല, ഇതിൻ്റെ ഹൊറർ ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ഷാമോനായിരിക്കൂല ഈ പടത്തില്. ഇവരെക്കാളും ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു. എൻ്റെ നെഞ്ചൊക്കെ ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ഇത്രയും സുന്ദരിമാരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ലീഡായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണിത്. ട്രെയിലർ ഇഷ്ടമായി എല്ലാവർക്കും? ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജാനർ തന്നെയാണ്, ഒരു ഹൊറർ കോമഡി. ഇതിന്റെ സ്ക്രിപ്റ്റ് പറയാൻ ആദ്യം തന്നെ വിളിച്ചപ്പോൾ ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചു. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജാനറാണ് ഈ ഹൊറർ കോമഡി. ഞാൻ വേറെ ആരാധന കാസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇവരാന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ കുറച്ച് മൂഡ് പോയെങ്കിലും പിന്നെ പക്ഷേ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു സെറ്റിൽ. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡയറക്ടർ സാറും ഭയങ്കര കൂളായിരുന്നു. പക്ഷെ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. ഇപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ഷാമോനായിരിക്കൂല ഈ പടത്തില്. ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കുറച്ച് റീൽസിത്തെ പോലെ അല്ലല്ലോ, കുറച്ച് ഡിഫറൻസ് ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എല്ലാവരും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു. ഹായ്, നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ സംസാരിച്ച് കയ്യിലെടുക്കാനൊന്നും അറിയത്തില്ല. കാരണം ലൈഫിൽ ഞാനങ്ങനെ അധികം കോമഡി ഒന്നും പറയുന്ന ഒരാളല്ല. ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോസ് ചെയ്ത് റീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്താ ഞാനിങ്ങനെ ഇത് ഒരു മൂഡിലാതിക്കുന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. എനിക്കിങ്ങനെ നിൽക്കാനാണ് താല്പര്യം. ഫേക്ക് ചെയ്ത് നിൽക്കാൻ എനിക്ക് അറിയില്ല. മഹാരാജ ഹോസ്റ്റൽ മൂവി എന്ന് പറയുന്നത് ഹോസ്റ്റലിനെ ബേസ് ചെയ്ത് മാത്രമല്ല, ഹോസ്റ്റലെ ലിങ്ക് ചെയ്ത് ഒരു വെറൈറ്റി പ്ലോട്ട് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള സിമ്പിൾ, കണ്ടിരിക്കാൻ പറ്റിയ 2 മണിക്കൂർ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹൊറർ ഫിലിമാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. കാണത്തില്ല എല്ലാവരും? സപ്പോർട്ട് ചെയ്യണത്തിൽ താങ്ക് യു സോ മച്ച്. എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തിട്ട് വന്നതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നുപോയി. അതെല്ലാവരും പറയുന്ന ഒരു ഡയലോഗ്, നമ്മുടെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ നിറഞ്ഞു കാണുമ്പോ അല്ല, ഈ കോളേജിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഇതുണ്ട്, ഏറ്റവും മനോഹരമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്. അത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇതുപോലെ ഇവിടെ വെച്ച് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഞങ്ങളുടെ പടം എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി മൈക്കിൽ സംസാരിക്കാൻ നല്ല പേടിയുണ്ട്. ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെയല്ല. ഇതെനക്ക് തന്നെ അഖിൽ പറഞ്ഞ കണക്ക് തന്നെ എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എല്ലാം ഇവിടെ വരുമ്പോൾ മറന്നു പോകുന്നത്. അതെന്താ ഇവിടുത്തെ കുട്ടികളുടെ ഇതാണോ സ്റ്റേജിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു എല്ലാം കുട്ടികളുടെ ആയിരിക്കും. കാരണം എല്ലാം സുന്ദരിയായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഏറ്റവും അവസാനം വന്ന ക്യാരക്ടറാണ്. പക്ഷെ എന്നെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്ത് അഖിലാണ് കേട്ടോ. താങ്ക് യു. ഇതിൽ ഒരു സീനിയറിൻ്റെ റോളാണ്. കാരണം ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു റോളാണ് ഈ സിനിമയിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്തത്. പിന്നെ എൻ്റെ ഹൊറർ പോർഷനിൽ ഫുള്ള് ഇവർ തന്നെയാണ് കൂടുതലും ചെയ്തേക്കുന്നത്. ട്രെയിലറിൽ ഒരു മിന്നായം പോലെ ഉണ്ടെങ്കിലും സിനിമയിൽ അത്യാവശ്യമുണ്ട്. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. കയ്യൊക്കെന്ന് പറയുക. നമുക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിക്കുക. തൂലികയ്ക്ക് സുഖമാണോ? സുഖമാണ്. ഇപ്പം എല്ലാവരും നേരത്തെ ആം സൂപ്പർ ഹീറോ ആടലോടകൻ ടീമിലെന്നായി ഇപ്പം എല്ലാവരും വന്ന് തൂലികയുടെ അച്ഛനല്ലേ എന്നായി. എന്നാലും ഒരുപാട് സന്തോഷം. എന്നെ പോലെ തന്നെ എൻ്റെ മോളെയും എൻ്റെ ഫാമിലി എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആസ് എ ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ആൻമരിയ.
ഇത്രയും ഫെമിലിയർ ഫേസുള്ള ഒരു ചെറിയ അൺഫെമിലിയർ ഫേസ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഈ മൂവിയിലേക്ക് തന്നെ വന്നത് ശ്യാമ പറഞ്ഞ പോലെ ഹൊറർ കോമഡി, ഇതിൻ്റെ ഹൊറർ ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. മൂവിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് പേടിക്കാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. അപ്പം ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമന് കൊടുക്കാം. ഹലോ, ആക്ച്വലി ഞാനിവിടെ വരുമ്പോൾ ഇവരെക്കാളും ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു. എൻ്റെ നെഞ്ചൊക്കെ ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ഇത്രയും സുന്ദരിമാരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഐ മീൻ ഒരുമിച്ച്. അപ്പോൾ ഈ പടത്തിൽ ഇത് എൻ്റെ ആദ്യത്തെ പടമാണ്. ഇതിനു മുമ്പ് എന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരാൾ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടി കിടക്കെടുത്ത് ഇങ്ങോട്ട് വന്നു. എറണാകുളത്ത് തന്നെ ആയിരുന്നു ഷൂട്ടൊക്കെ നടന്നത്. അപ്പോൾ ഇവരെക്കാളും കൂടുതൽ ഷാമോനൊക്കെ ഇതിനു മുമ്പ് 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. എന്നെ ആ വലിയ ബിഗ് സ്ക്രീനിൽ എന്നെ കാണുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാനും. നിങ്ങൾക്കും താങ്ക് യു. നിങ്ങൾക്കും ഒരു 2 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആവുന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കണം എന്നാണ് ആഗ്രഹം. ഇത്രയും പേരെന്നെ നേരെ തിയേറ്ററിൽ പോയി കണ്ടതിന് ഹൗസ്ഫുള്ളായിരിക്കും. നിങ്ങളെല്ലാവരും പടം കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പടം കാണൂലേ? ഇവിടെ നിങ്ങളാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ട്രെയിലർ കാണുന്നത്, ഇപ്പോഴാണ് ഞങ്ങളും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി ഇവർ കൂവോ അങ്ങനെ ഒരു ടെൻഷനിലാണ് വന്നത്. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അടുത്തത് നമ്മുടെ ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. ഹായ്, എൻ്റെ പേര് അശ്വിൻ. മഹാരാജ ഹോസ്റ്റലിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. ഭയങ്കര ടെൻസ്ഡാണ്. ഞാൻ ഇത്രയും പെൺകുട്ടികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതേ കൂടെ വെളിയിൽ ചുമ്മാ അങ്ങനെ പോയിട്ടല്ലാണ്ട് അകത്തോട്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. ഈ പടത്തിലൊരു 4 സോങ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 സോങ്സ് ഓൾറെഡി ഇറങ്ങി. ഒന്ന് പാടിയിരിക്കുന്നത് ഐറാൻ. അതിൻ്റെ ലിറിക്സ് റൈറ്റർ ജിഷ്ണു എന്നൊരു വ്യക്തിയാണ്, പുള്ളിയോട് വന്നിട്ടില്ല. പടത്തിൽ വേറൊരു ലാസ്റ്റിലൊരു സോങ് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമായിരിക്കും മഹാരാജ ഹോസ്റ്റലിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ സിംഗറായ ഐറാൻ മൈക്ക് കൈമാറുകയാണ്. ഹായ്, എൻ്റെ പേര് ഐറാൻ എന്നാണ്. എൻ്റെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒരു പാട്ട് പോപ്പുലർ ആയിരുന്നു എൻ്റെ. അലരേ നീ കേട്ടിട്ടുണ്ടോ സോങ്? താങ്ക് യു. വേറെ കുറേ സോങ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ പടത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അശ്വിൻ്റെയും ഫസ്റ്റ് സിനിമയാണ്. ഇതെൻ്റെ ആക്ച്വലി സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ഫസ്റ്റ് സോങ് റിലീസായത് കക്ഷയമണിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ആസിഫ് അലിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാനൊരു 2018-19 ടൈമിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അന്ന് ഇവിടെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, പുറത്തായിരുന്നു പെർഫോം ചെയ്തത്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം കമ്മിങ് ഹിയർ ആൻഡ് ഐ എം വെരി ഹാപ്പി ഇത്രയും സുന്ദരികളെ എല്ലാവരെയും കാണാൻ പറ്റിയില്ല. സോ ഗുഡ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കണോ അതോ പാട്ട് 2 ലൈൻ പാടണോ? ഓക്കെ. മാഗ്നറ്റിക് കണ്ണാണേ, കോർണറ്റ് പോൽ സ്വീറ്റാണേ, കാതേറും ബീതോവൻ ഈണമേ, മൂലത്തിൻ ചുണ്ടാലേ, നീ ഓക്കെ തിന്നാലേ, പൂക്കുന്നേ എന്നുള്ളിൽ മോഹമേ, മുകിലേതൊരു മായാത്ത മാറിവിൽ നിറമേഴതിനാലേ, അഴകാലെ നീ തൂകുന്ന പുഞ്ചിരി മനമാകെ നിറഞ്ഞു വീണ്ടും. താങ്ക് യു. അപ്പം എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം.